ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്നോ പുഡിങ് കാരമലൊക്കെ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങും കൂടിയാണ് ഈ ഒരു പുഡിങ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു പാനിലേക്ക് നമുക്ക് ഒരു കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കാം. കുറേശ്ശെ അലിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടുണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഇതുപോലെ തന്നെ നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടുന്നതാണ്. ഇച്ചിരി നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഈ പാത്രം കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ തന്നെ എല്ലാ ഭാഗത്തുള്ളതും അലിഞ്ഞ് കിട്ടാൻ തുടങ്ങും. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് ഇതൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ഒരു ടിഫിനിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലേക്കാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റി വെക്കുക. എല്ലാ ഭാഗത്തേക്കും സൈഡിലേക്കൊക്കെ ഞാൻ ചുറ്റിയിട്ടുണ്ട്. ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. മുട്ടയുടെ മഞ്ഞ ആവശ്യമില്ല, ഞാൻ വെള്ള മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ മഞ്ഞ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ബീറ്ററിലും മുട്ട എടുക്കുന്ന ആ ബൗളിലും ഒട്ടും വെള്ളം ഉണ്ടാവരുത്, എന്നാലാണ് നന്നായിട്ട് പതഞ്ഞ് വരുള്ളൂ. ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റി അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടി അളവ് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഒരു ഡബിളാക്കി എടുത്താൽ മതി. കുറച്ചൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ടെടുക്കാം. കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തെ മധുരമാണ്. നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ അന്ന് അളവ് കൂട്ടിയെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് അതിലേക്കൊന്ന് ചേർത്താൽ മതി. ഒന്നാകെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അലിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു പതഞ്ഞ് വന്നത് കൊണ്ട് പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ കുറേശ്ശെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് പതപ്പിച്ച് ക്രീമി ആക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു വിപ്പിംഗ് ക്രീമിൻ്റെ പോലെ തന്നെ ക്രീമി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടി ഒഴിക്കാം. ഒരു സ്പൂണും കൂടി വാനില എസൻസ് ഒഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കാരമൽ ഒഴിച്ച് ചൂടാറാൻ വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് സെറ്റാക്കണം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യാം. ഫോയിൽ പേപ്പറായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള പേപ്പറായിട്ടോ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് ഓരോരോ ഹോൾസ് ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ അതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ചിട്ട് തരികൊക്കെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ നമുക്കിതൊന്ന് മാറ്റണം, എന്നാലാണ് അതിൻ്റെ കാരമലൊക്കെ അതിൻ്റെ മുകളിലേക്ക് തന്നെ വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കാരമലൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള സ്നോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമിയാണ്. അതുപോലെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞ് പോകുന്ന തരത്തിലുള്ള നല്ല അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു കാരമലും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ഐറ്റമാണ് ഇത്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നോ പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.